വയനാട് ഹേമചന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഹേമചന്ദ്രന്റെ മരണം മർദ്ദനമേറ്റ് തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്ന് മുഖ്യപ്രതി നൌഷാദ് പോലീസിന് ആവർത്തിച്ച് മൊഴി നൽകിയിരുന്നു. ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തുന്ന ഘട്ടത്തിൽ തന്നെ കൊലപാതകമാണെന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. മാർച്ച് 20 കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം കഴിഞ്ഞ മാസമാണ് തമിഴ്നാട് അതിർത്തിയിലെ നീലഗിരി ചേരമ്പാടി വനത്തിലെ ചതുപ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. ഹേമചന്ദ്രന്റെ ഭാര്യയുടെ പരാതിയിൽ കേസെടുത്ത കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ അന്വേഷണമാണ് കൊലപാതക വിവരങ്ങൾ പുറത്തെത്തിച്ചത്. ചീരാൽ മാടാക്കര പനങ്ങാർ വീട്ടിൽ ജ്യോതിഷ് കുമാർ, വെള്ളപ്പനം പള്ളുവാടി സ്വദേശി BS അജേഷ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിദേശത്തായിരുന്ന മുഖ്യപ്രതി നൌഷാദിനെ ബംഗളൂരു എയർപോർട്ടിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിദേശത്തുള്ളപ്പോൾ മുതൽ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്ന് ആവർത്തിച്ച മുഖ്യപ്രതി നൌഷാദ് ചോദ്യം ചെയ്യലിന്റെയും തെളിവെടുപ്പിന്റെയും സമയത്ത് ഇതേ മൊഴി ആവർത്തിച്ചു. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിലാണ് നിർണായക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസ് കാത്തിരുന്നത്. റിപ്പോർട്ടിൽ മർദ്ദനത്തെ തുടർന്നാണ് ഹേമചന്ദ്രന്റെ മരണമെന്ന് വ്യക്തമായിരിക്കുന്നു. ഹേമചന്ദ്രന്റേത് ആത്മഹത്യയായിരുന്നില്ല എന്ന പോലീസിന്റെ നിഗമനം ശാസ്ത്രീയമായി തെളിയിക്കാൻ റിപ്പോർട്ട് കരുത്തു പകരും. പോലീസ് സംശയിച്ചതുപോലെ ഹേമചന്ദ്രനെ നൌഷാദിന്റെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും വയനാട്ടിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.